ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അപകടം പറ്റി തളർന്നു കിടക്കുന്ന രേവതിയുടെ മനസ്സിലേക്ക് ആമയുടെ വരവ് അസ്വസ്ഥതയുടെ കനലുകളാണ് കോരിയിട്ടത്. ആമ സച്ചിയോട് കാണിക്കുന്ന അമിതമായ സ്വാതന്ത്ര്യവും അടുപ്പവും രേവതിയുടെ ഉള്ളിലെ അസൂയയും ഭയത്തെയും ആളിക്കത്തിച്ചു. തൻ്റെ സച്ചിയെ മറ്റൊരാൾ തട്ടിയെടുക്കുമോ എന്ന ഭയം ആമയോടുള്ള അവളുടെ പെരുമാറ്റത്തിൽ നിഴലിച്ചു. എന്നാൽ ആമയുടെ ഈ സൗഹൃദ സന്ദർശനത്തിന് പിന്നിൽ ആരും അറിയാത്ത ഭയാനകമായ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ആമയുടെ വരപ്പ് ഒരിക്കലും യാദൃശ്ചികമായിരുന്നില്ല. അത് നീലിമ എന്ന ശത്രുവിൻ്റെ കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു. കഥയുടെ രീതി തിരിച്ചുവിടുന്നത് നീലിമയും ആമയും തമ്മിലുള്ള ഈ അദൃശ്യ ബന്ധമാണ്. നീലിമയും ആമയും കാനഡയിൽ ബിസിനസ് പങ്കാളികളാണ്. പണ്ട് സുധിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും നീലിമ തട്ടിയെടുത്ത 50 ലക്ഷം രൂപ അത് സുധിയും ശ്രുതിയും ചേർന്ന് തിരികെ വാങ്ങിയിരിക്കുന്നു. ആ പണത്തിൽ ആമയ്ക്കും അവകാശമുണ്ടായിരുന്നു. നീലിമയെ ചതിച്ച് സുധി തിരികെ വാങ്ങിച്ച ആ പണം വീണ്ടെടുക്കാൻ നീലിമ കണ്ടെത്തിയ ഏറ്റവും മൂർച്ചേറിയ ആയുധമായിരുന്നു ആമി. സച്ചിയുടെ കൂട്ടുകാരി എന്ന ലേബൽ ചന്ദ്രോദയത്തിലേക്കുള്ള അവളുടെ പ്രവേശന ടിക്കറ്റായി മാറി. സുധിയുടെ അനിയനാണ് തൻ്റെ ബാല്യകാല സുഹൃത്ത് സച്ചി എന്ന വിവരം അവൾ നീലിമയിൽ നിന്നും സമർത്ഥമായി മറച്ചുവെച്ചു. അങ്ങനെ സൗഹൃദത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ ഒരു ചാരവനിതയായി ആമി ചന്ദ്രോദയത്തിൻ്റെ പടികൾ കയറി. അവളുടെ ലക്ഷ്യം ഒന്നായിരുന്നു, സുധിയെയും ശ്രുതിയെയും തകർത്ത് ആ 50 ലക്ഷം രൂപ വീണ്ടെടുക്കുക. ചന്ദ്രോദയത്തിലെ മറ്റുള്ളവർ ആമയുടെ സൗഹൃദത്തിൽ മയങ്ങിയപ്പോൾ ശ്രുതിയുടെ മനസ്സ് മാത്രം അപകട സൂചന നൽകി. നീലിമയുടെ പഴയ ഭീഷണി അവളുടെ ഓർമ്മകളിൽ തെളിഞ്ഞു. നിങ്ങളുടെ വീട്ടിലേക്ക് അച്ചമ്മയുടെ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒരാളെ ഇറക്കും. കാനഡ, അച്ചമ്മയുടെ നാട്, ഈ 2 കാര്യങ്ങളും ആമയുമായി ചേർന്നപ്പോൾ ശ്രുതിയുടെ സംശയം ഇരട്ടിച്ചു. ഒരു രാത്രിയിൽ വീടിനെല്ലാവരും മുറങ്ങിക്കിടക്കുമ്പോൾ ആമി വീടിന് പുറത്ത് രഹസ്യമായി ഫോണിൽ സംസാരിക്കുന്നത് ശ്രുതി കേൾക്കാനിടവായി. അവൾ ആമി ഫോണിൽ സംസാരിക്കുന്ന സംഭാഷണമെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് വീക്ഷിച്ചു. പണത്തെക്കുറിച്ചും 50 ലക്ഷത്തെക്കുറിച്ചും തൻ്റെ ഡ്യൂട്ടിയെക്കുറിച്ചും ആമി സംസാരിക്കുന്നത് കേട്ടിട്ട് ശ്രുതിയുടെ സംശയം ഒരു ഭയമായി മാറി. അവൾ ഉടനെ തന്നെ ശ്രുതിയുടെ അടുത്തെത്തി തൻ്റെ ആശങ്കകൾ പങ്കുവച്ചു. അതോടെ ആമി നീലിമയുടെ ആളാണെന്ന് അവർ രണ്ടുപേരും ഉറപ്പിച്ചു. മറുവശത്ത് ആമിയാണെങ്കിൽ എല്ലാവരുടെയും കയ്യിലെടുക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ ദൗത്യം ആരംഭിച്ചിരുന്നു. അവൾ എല്ലാവരുമായി നല്ല സൗഹൃദം നടിച്ച് വീടിൻ്റെ അന്തരീക്ഷം മനസ്സിലാക്കി. ശ്രുതിയോട് മലേഷ്യയിലെ അച്ഛനെക്കുറിച്ച് നിഷ്കളങ്കമായി തിരക്കി. അച്ഛൻ ജയിലിലാണെന്നറിഞ്ഞപ്പോൾ കാനഡയിലെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ആമിയുടെ ഈ നീക്കത്തിൽ പതറിയ ശ്രുതി വിഷയം മാറ്റാൻ ശ്രമിച്ചത് ആമിക്ക് കാര്യങ്ങൾ എളുപ്പമായി. ശ്രുതിയുടെ മലേഷ്യ കഥ കള്ളമാണെന്ന് ആമി ഉറപ്പിച്ചു. അടുത്ത നീക്കം ആ പണം കണ്ടെത്തുകയായിരുന്നു. രേവതി ഉറങ്ങിക്കിടക്കുന്ന മുറിയിൽ, അതായത് ശ്രുതി പണ്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു മുറിയിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം അവൾ ബാങ്കിൻ്റെ പാസ്ബുക്കോ അല്ലെങ്കിൽ പണത്തിൻ്റെ എന്തെങ്കിലും സൂചനയുണ്ടോ എന്നൊക്കെ തിരച്ചിൽ നടത്തി. എന്നാൽ ഒന്നും തന്നെ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുറേയധികം തിരച്ചിലൊടുവിൽ ആമി ഒരു നിഗമനത്തിലെത്തി. ആ 50 ലക്ഷം രൂപ ബാങ്കിലല്ല, മറിച്ച് സുധിയുടെയും ശ്രുതിയുടെയും പുതിയ ഷോറൂമിലാണ് അവർ നിക്ഷേപിച്ചിരിക്കുന്നത്. തൻ്റെ കണ്ടെത്തലുകൾ നീലിമയെ അറിയിക്കാൻ ആമി ഒരു വഴി കണ്ടെത്തി. സച്ചിയെ കൊണ്ട് അടുത്ത ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യിപ്പിച്ച് അവിടെ രഹസ്യമായി നീലിമയുമായുള്ള കൂടിക്കാഴ്ച നടത്തി. താൻ കണ്ടെത്തിയ വിവരങ്ങൾ അവൾ നീലിമയ്ക്ക് കൈമാറി. ശ്രുതിയുടെ അച്ഛൻ്റെ കഥ കള്ളമാണെന്നും പണം ഷോറൂമിൽ മുടക്കിയിരിക്കാനാണ് സാധ്യതയെന്നും ഈ വിവരം വീട്ടിൽ ആർക്കും അറിയില്ല എന്നും അവൾ റിപ്പോർട്ട് ചെയ്തു. നീലിമയുടെ മനസ്സിൽ അതോട് പുതിയ പദ്ധതികൾ രൂപം കൊള്ളുകയായിരുന്നു. അന്നേ ദിവസം ഷോപ്പിൽ നിന്നും തിരികെ വന്ന ശ്രുതിയും സുധിയും ആമയുടെ മുറിയിൽ ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചു. എന്നാൽ ആമയുടെ ബാഗുകളും മറ്റും പൂട്ടി ഭദ്രമാക്കിയ നിലയിലായിരുന്നു. നിരാശയായി മടങ്ങാനൊരുങ്ങിയ അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ആമി ആ മുറിയിലേക്ക് കടന്നു വരുന്നത്. സൗഹൃദഭാഗം മുഖത്തു നിന്നും മായ്ച്ചുകൊണ്ട് ആമി അവരോട് മുറിക്കുള്ളിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. വാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടിരുന്നു. സുധിയുടെയും ശ്രുതിയുടെയും ഹൃദയം ഭയം കൊണ്ട് നിറഞ്ഞിരുന്നു. ആമി ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആ ഷോപ്പ് തുടങ്ങാനുള്ള കാശ് എവിടെ നിന്നാണ്? അന്നേരം ശ്രുതി പറഞ്ഞത്, അത് പിന്നെ എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ശ്രുഗന് വിക്കി സംസാരിക്കാണ്. അന്നേരം ഒരു പുച്ഛഭാവത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ ആമി ചോദിക്കുന്നുണ്ട്, മലേഷ്യയിലുള്ള അച്ഛനോ? അതോ ഇനി സുധിയുടെ അച്ഛൻ രവീന്ദ്രൻ്റെ പെൻഷൻ പണമായ 50 ലക്ഷം രൂപ കൊണ്ടാണോ നിങ്ങൾ ആ ഷോറൂമിൽ തുടങ്ങിയത് എന്ന് തുറന്നങ്ങ് ചോദിക്കാട്ടോ ആമി. ആമിയുടെ ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി തന്നെ സുധിക്കും ശ്രുതിക്കും പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. പരസ്പരം ആകെങ്ങനെ ഞെട്ടലോടെ നോക്കി നിൽക്കുമായിരിക്കും രണ്ടുപേരും. ആ ഒരു ചോദ്യം ഒരു ഇടിമുഴക്കം പോലെ ആ മുറിയിൽ തങ്ങി നിന്നു. തങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യം ആമി എന്ന് പറയുന്ന ഈ പെൺകുട്ടി അറിഞ്ഞിരിക്കുന്നു എന്ന സത്യത്തിനു മുന്നിൽ സുധിയും ശ്രുതിയും ഉത്തരം കിട്ടാതെ ഭയന്ന് വിറച്ചു. ആമയുടെ യഥാർത്ഥ മുഖം അവർ തിരിച്ചറിയുകയായിരുന്നു. ചന്ദ്രോദയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റിന് തുടക്കമിടുകയായിരുന്നു. ആമി പഴയ സൗഹൃദം നടിച്ച് ഇങ്ങോട്ടേക്ക് ചന്ദ്രോദയത്തിലേക്ക് വന്നത് ഒരിക്കലും ഇങ്ങനൊരു ആവശ്യത്തിനാണെന്ന് അവരൊട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല.
ആമയുടെ മുന്നിൽ പിടികൊടുക്കാൻ കഴിയാതെ ശ്രുതിയും പിന്നെ പുതിയ പദ്ധതികൾ നെയ്യുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.